ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈദിന് സ്റ്റൈലായിട്ട് എങ്ങനെ ഒരു കുർത്ത സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കട്ടിംഗ് ആണ്. അപ്പോൾ കട്ടിങ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിപ്പോൾ തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇത് ലൈനിങ് പീസിലാണ് ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. ലൈനിങ് പീസ് 2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. മെയിൻ പീസ് 2.5 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെല്ലാ ഡ്രാഫ്റ്റിലും ചെയ്യുന്ന പോലെ 1/2 ഇഞ്ച് മുകളിൽ നിന്ന് വിട്ടിട്ട് ഫുൾ ലെങ്ത് എടുക്കാം. ഞാനിവിടെ 44 ലെങ്താണ് എടുത്തിരിക്കുന്നത്. എക്സൽ സൈസിലുള്ള കുർത്തയാണ് നമ്മൾ തയ്ക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡറാണ് എടുക്കാനുള്ളത്. അപ്പം ഷോൾഡർ 8 ഇഞ്ചസ് ആണ്. അപ്പോൾ അതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ നമ്മൾ 8 ഇഞ്ചസ് എടുത്താൽ ആം ഹോൾ ഡ്രോപ്പും സെയിം ലെങ്ത് ആയിരിക്കും. അപ്പോൾ ആം ഹോൾ ഡ്രോപ്പും 8 ഇഞ്ചസ് എടുത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ടാണ് എടുക്കാനുള്ളത്. അപ്പം ചെസ്റ്റ് റൗണ്ട് 10 ആണ്. അത് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മെഷർമെൻറ്റ് എടുക്കുന്നതും കുർത്താസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതുമായ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ പോയി കാണണേ. ഇനി നമുക്ക് വേണ്ടത് വെയ്സ്റ്റ് ലെങ്ത് ആണ്. അപ്പോൾ വെയ്സ്റ്റ് ലെങ്ത് 15 ഇഞ്ചസ് ആണ്. അതവിടെ മാർക്ക് ചെയ്യാം. ആ പോയിന്റിൽ വെച്ചിട്ട് വേണം നമുക്ക് വെയ്സ്റ്റ് റൗണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ വെയ്സ്റ്റ് റൗണ്ട് 9 ഇഞ്ചസ് ആണ്. അതും നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹിപ്പ് ലെങ്ത് ആണ് വേണ്ടത്. അപ്പോൾ ഷോൾഡറിൻ്റെ പൊസിഷനിൽ വെച്ചിട്ട് ഹിപ്പ് ലെങ്ത് നമുക്ക് മെഷർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 20 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. അത് അവിടെ എടുത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഹിപ്പ് റൗണ്ടാണ്. അപ്പോൾ ഹിപ്പ് റൗണ്ട് ഞാൻ 10 ഇഞ്ചസ് തന്നെയാണ് എടുക്കുന്നത്. അതും അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 3 പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെസ്റ്റ് റൗണ്ട്, വെയ്സ്റ്റ് റൗണ്ട്, ഹിപ്പ് റൗണ്ട്. അപ്പോൾ ഇത് 3 പോയിൻറ്റും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത ഹിപ്പ് പോയിൻറ്റില്ലേ, ആ പോയിൻറ്റിൽ നിന്നും താഴേക്ക് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. അത് നമ്മുടെ സ്ലിറ്റ് ഓപ്പണിന് വേണ്ടിയാണ്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്ക് വിഡ്ത്ത് എടുത്തില്ലേ, ആ പോയിൻറ്റുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോളാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് 1 ഇഞ്ച് സ്ലോപ്പായിട്ട് വരച്ചു കൊടുക്കാം. ഇനി ഈ 3 പോയിൻറ്റും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാക്ക് ആം ഹോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ആം ഹോൾ ഡ്രോപ്പ് എടുത്ത ആ ലൈനില്ലേ, ആ ലൈനിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കാം. ആ പോയിൻറ്റിൽ നിന്ന് അകത്തേക്ക് 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്നും താഴേക്ക് ആ ലൈനില്ലേ, ആ ലൈനിൻ്റെ ഹാഫ് എടുക്കാം. അതും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ 4 പോയിൻറ്റും കൂടി ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആം ഹോളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. സീം അലവൻസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം.
ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടി നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ ആം ഹോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പോർഷൻ എടുക്കാം. ബാക്ക് പോർഷൻ്റെ നെക്ക് ഡ്രോപ്പ് 4 ഇഞ്ചസ് ആണ്. അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് നേരത്തെ 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തായിരുന്നു. ആ പോയിൻറ്റും രണ്ടും കൂടി നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക് പോർഷൻ റൗണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ റൗണ്ട് അവിടെ വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക് എടുക്കാം. ഞാനിവിടെ 2.5 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. ലൈനിങ് 2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് പീസില്ലേ, അതിന് നമുക്കിതിൻ്റെ പുറത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.